നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പൂർണ്ണം പറഞ്ഞു, അച്ചു ഋതുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു സേതുവും പല്ലവി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നോ? അതിന് അവൾക്ക് എന്തായിരുന്നു അമ്മേ കുഴപ്പം? എനിക്കറിയില്ല, ഞാനൊന്ന് കിടന്ന് മയങ്ങുമായിരുന്നു. ആ സമയത്താണ് പല്ലവി വിളിച്ചിട്ട് പറഞ്ഞ് ഋതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന്. ഓ, ചിലപ്പോ ഇനിയിപ്പം അവൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും വയ്യായി തോന്നിക്കാണും. അല്ലമ്മ സീരിയസ് ആയിട്ട് അതൊന്നും അറിയില്ല. പെട്ടെന്ന് പറഞ്ഞിട്ട് അവർ നിന്നില്ല. ഞാൻ കഥ തുറന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും അവർ പോയെന്ന് പറഞ്ഞു. അല്ല, ഇന്ദ്രൻ എന്തിയെ? ഇന്ദ്രനും പ്രതാപനും അങ്ങോട്ട് പുറത്തേക്ക് പോയതാ. അല്ലെങ്കിലും അവനെ പ്രതീക്ഷിക്കണ്ടല്ലോ. പാതിരാത്രി സമയത്തും അവന് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. പെണ്ണുമ്പള ഗർഭിണിയാലെന്താ, പ്രസവിച്ചാലെന്താ, അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോഴേക്കാണ് ഇന്ദ്രനും പ്രതാപനും കൂടെ അങ്ങോട്ട് വരുന്നേ. കുടിച്ചു കൂത്താടി 4 കാലല്ലേ വരുന്നേ. അച്ചുവാണ് പോയി കഥ തുറന്നു കൊടുക്കണേ. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ അച്ചുവിന് നല്ല ദേഷ്യം വന്നു. അങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രതാപൻ പറഞ്ഞു, അല്ല ചേച്ചി ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, എടാ ഉറങ്ങിയെങ്കിൽ എങ്ങനെ ഇവിടെ നിൽക്കണേ? അല്ലേലും നമ്മൾ വരുമ്പോൾ നമുക്ക് കഥ തുറന്നു തരാനായിട്ട് ആരെങ്കിലും വേണ്ടേ? ഉറങ്ങാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചു. അത് ശരിയാ, കിടന്ന ആടുവാണ്. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അല്ല നിനക്ക് നാണം ഉണ്ടോ ഇങ്ങനെ കുടിച്ചിട്ട് 4 കാല കയറി വരാൻ പാതിരാത്രിയില്? ഞാൻ കുടിച്ചാലെന്താ? പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു, അതെ പൂർണ്ണാമ്മേ, ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. 2 പേർക്ക് അടിച്ചേനെ. അത് ഈ പ്രതാപം നിർബന്ധിച്ചോണ്ടാ. ഞാനോ? ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. പിന്നെ വെറുതെ കള്ളം പറയില്ലടാന്ന് പറഞ്ഞു. ഈ സമയം അച്ചു പറഞ്ഞു, അല്ലേലും നിങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഋതുവിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിയാവുന്ന ചോദിച്ചു. ഋതുവിനെന്താ? അവള് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലോ? എന്ത്? ഓ, ഹോസ്പിറ്റൽ അതൊക്കെ സ്ഥിരമുള്ളതല്ലേ. ഒരു വല്ലാത്തൊരു പുച്ഛഭാവമായിരുന്നു ഇന്ദ്രന്. ഈ സമയത്ത് പൂർണ്ണം പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ഉറങ്ങാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി. പ്രതാപൻ നിന്ന് ആടുന്ന കണ്ടപ്പത്തേനും പൂർണ്ണിമയ്ക്ക് ദേഷ്യം പറഞ്ഞു, നിന്നോടല്ലടാ പോകാൻ പറഞ്ഞെന്ന് ചോദിച്ചു. പോയേക്കാൻ ചോദിച്ചു. ഇതെന്താ ഈ ഭൂമി ഇങ്ങനെ കറങ്ങണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രതാപൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, കണ്ടില്ലേ, അമ്മ നല്ല മരുമനാ, വീണ്ടും അവൻ നന്നായെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറി താമസിപ്പിച്ചല്ലേ, എന്നിട്ട് എന്തായി? ഇപ്പൊ കണ്ടോ തനി സ്വരൂപം എന്താന്ന് കണ്ടോന്ന് ചോദിച്ചു. എല്ലാം ഋതുവിന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? അതും പറഞ്ഞിട്ട് അച്ചു അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ആ സമയം പല്ലവി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴേക്കും സേതുവിടെ, നീ ഇവിടെ വന്നൊന്ന് ഇരിക്കുക, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എനിക്കറിയില്ല സേതുവേട്ടാ, ഋതുവിന്റെ കാര്യം എന്റെ മനസ്സിൽ. അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പേടിയുണ്ട്. എന്താപത്ത് വരാനായിട്ട്? ഹോസ്പിറ്റലിലെ നമ്മളെന്ന് ചോദിച്ചു. അതെ, പക്ഷെ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് സേതുവേട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് പല്ലവിയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഋതു പതുക്കെ കണ്ണു തുറക്കുവാണ്. കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്റർ പറഞ്ഞു, അതെ കൈ അനക്കല്ലോ കേട്ടോ, ഡ്രിപ്പ് കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഋതുവിന് വേദന എടുക്കാൻ തുടങ്ങി. എനിക്ക് വല്ലാതെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. വേദനയോ? അതെ, എനിക്ക് വല്ലാതെ വേദന എടുക്കുന്നുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഋതു കരയാൻ തുടങ്ങി. ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും പല്ലവി ചോദിച്ചു, എങ്ങനെയുണ്ട് നേഴ്സ്? ഋതുവിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അതെ, ഇപ്പൊ പെയിനാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞു. കരച്ചില്ല? അതെ, ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. ആ സമയത്ത് സേതു ചോദിച്ചു, അല്ല ഇതെന്താ ഇങ്ങനെ? അപ്പോഴേക്കും പല്ലി പറഞ്ഞു, അറിയില്ല, അതിന് 8 മാസം ആയതല്ലേ ഉള്ളൂ. ഈ സമയത്ത് എന്താണ് ഡെലിവറി പെയിൻ ആയിരിക്കില്ല, പക്ഷെ എന്താ എങ്ങനെയാന്നും അവർക്കറിയില്ല. ആ സമയം ഋതു വല്ലാതെ കരച്ചിലായിരുന്നു. ഡോക്ടർ വന്ന് പരിശോധിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഡോക്ടർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഡോക്ടറുടെ മുറിയിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് അച്ചു ഉറക്കമില്ലാതെ വല്ലാത്തൊരവസ്ഥയില് മുറിയിൽ കൂടെ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീഹരി കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അച്ചു ബെഡിലില്ല. നോക്കി കഴിഞ്ഞപ്പോൾ മുറിയിൽ കൂടെ നടക്കുന്നുണ്ട്. എന്താ അച്ചു, നിനക്കിത് എന്ത് പറ്റി? നീ എന്താ ഉറങ്ങാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രീഹരി, ഋതുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കോന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്കോ? അതെ, സേതുവേണ്ണും പല്ലുവേച്ചിയും കൂടെ കൊണ്ടുപോയിരിക്കുന്നത്. അതെന്ത് പറ്റി? ഋതുവിന് എന്തോ വയ്യായികയാന്ന് തോന്നേ. അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ എന്താ? എന്തേലും പെട്ടെന്ന് വയ്യായിക തോന്നിക്കണം. നീ ഇവിടെ വന്ന് കിടക്ക്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണോന്ന് ചോദിച്ചു. ഇപ്പൊ പോണ്ട, എന്തേലും ഉണ്ടെങ്കിൽ അവര് വിളിക്കില്ലേന്ന് ചോദിച്ചു. നീ ഇവിടെ ഒന്ന് വന്ന് കിടന്നേ. ഇനിയിപ്പം നീ അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചാലോ? നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയെങ്കിലും നിനക്കില്ലേ? അവിടെ അവളുടെ കാര്യം നോക്കാനിട്ട് സേതുവേണ്ണും പല്ലവി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പിന്നെ അവിടെ ഒന്നും മിണ്ടാതെ വന്ന് കിടക്കുവാണ്. ആ സമയത്ത് വല്ലാതെ ടെൻഷനിലാണ്. ഡോക്ടറുടെ ക്യാബിനിലേക്ക് സേതുവും പല്ലവിയും കൂടെ കയറി ചെല്ലുന്നേ. അങ്ങനെ ഡോക്ടറോട് സേതു ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. ഋതുവിന് കുഴപ്പമൊന്നും ഇല്ല. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കലാന്ന് പറഞ്ഞു. ക്രിട്ടിക്കലോ? അതെ, വയറിടിച്ചാണ് നിലത്തേക്ക് വീണിരിക്കുന്നത്. അപ്പൊ ബോധം കെട്ട് കിടക്കുമായിരുന്നല്ലോ ഋതു, വയറിടിച്ച് വീണു. അതോടൊപ്പം തന്നെ ഹൈ പ്രഷറുണ്ട്, പിന്നെ ന്യൂട്രീഷന്റെ കുറവും, അങ്ങനെ കുറെ ബോഡിയൊക്കെ നല്ല വീക്കാണ് താനും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഡോക്ടർ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു ചോദിച്ചു, അല്ല ഡോക്ടറെ,
എന്റെ ഋതുവിന് ആപത്തൊന്നും വരത്തില്ലോ അല്ലേ? എത്ര രൂപ വേണേലും മുടക്കാനും എന്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഒരുക്കമാണ്. ഒരു ആപത്തും വരില്ലെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? സേതുമാധവൻ. മിസ്റ്റർ സേതുമാധവൻ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ആ വയറിടിച്ച് വീണ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട്. പ്ലാസന്റെ യൂട്രസ് എന്ന് വേർപെട്ട നിലയിലാന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നല്ല വേദനയും കാര്യങ്ങളും ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു സർജറി ചെയ്യണം. സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം. കുഞ്ഞിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ നില എന്ന് പറഞ്ഞാൽ ഗുരുതരമാണ്. ചിലപ്പം ഒരാൾ ചിലപ്പം നഷ്ടപ്പെട്ടെന്നും വരാം, ചിലപ്പോൾ രണ്ടുപേരെ നഷ്ടപ്പെട്ടെന്ന് വരാം. അത് കേട്ടപ്പം സേതുവിനും പല്ലവിക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ആരംഭിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സേതുവിനും പല്ലവിക്കും. അങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ആലോചിക്കണം അവര്. ഈ സമയത്ത് സേതു പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, അമ്മയൊന്ന് വിളിക്കട്ടെ, അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് ചോദിച്ചു. പറയണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഋതുവിനെയും കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നഴ്സുമാരും കൂടെ പോന്നെ. അങ്ങനെ സ്ട്രെച്ചറൊക്കെ എടുത്തിരിക്കുകയാണ് ഋതുവിനെ. ആ ഓപ്പറേഷൻ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അങ്ങനെ കിടത്തേക്കുന്ന കണ്ടപ്പോൾ സേതുവിനും പല്ലവിക്കും ഭയങ്കര വിഷമായി. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു, ഇതേ പല്ലവി, എന്നെ ഇവർ കൊണ്ടുപോകുന്നുണ്ടോ? എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതെ, എൻ്റെ വയറ്റിൽ ഈ കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടാന്ന് പറ. എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുലമ്പുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനും പല്ലവിക്കും ഭയങ്കര വിഷമായി. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, എന്താ സേതു കേട്ടാ, ഇതെന്താ ഇപ്പോഴും ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സേതു പറഞ്ഞു, എനിക്കറിയില്ല. പല്ലവി പറഞ്ഞു, സാധാരണ ആർക്കാണെങ്കിലും സ്വന്തം വയറ്റി വളർന്ന കുഞ്ഞിനോട് ഒരിഷ്ടമൊക്കെ തോന്നും. പക്ഷെ ഇപ്പോഴും ഈ സമയത്തും ഇവൾക്കത് ഇല്ല. അപ്പൊ അതിന് കാരണം എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. അതെ, എനിക്കും മനസ്സിലാകത്തെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അമ്മയൊന്ന് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പൂർണിമയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. 2-3 തവണ വിളിച്ചിട്ട് പൂർണിമ കോൾ എടുത്തില്ല. എന്താ സേതുവേട്ടാ, അമ്മ കോൾ എടുക്കുന്നില്ല. അപ്പോഴാണ് ഋതു സമയം നോക്കുന്നേ. ഋതു അല്ല, പല്ലവി സമയം നോക്കുന്നേ. അതെ, 1:30 കഴിഞ്ഞല്ലോ, അമ്മ ചിലപ്പോൾ ഉറങ്ങിക്കാണുമെന്ന് പറഞ്ഞു. ഫോൺ ബെല്ലടിക്കുന്ന അറിയുന്നുണ്ടായിരിക്കില്ല. ഫോൺ വല്ല സൈലന്റിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോഴേക്കാണ് നേഴ്സ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ, ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ, സർജറി ചെയ്യണമെങ്കിൽ ഹസ്ബൻഡിന്റെ കൺസെന്റ് ഫോം വേണമെന്ന് പറഞ്ഞു. സൈൻ വേണമെന്ന് പറഞ്ഞു കൺസെന്റ് ഫോമേല്. അത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു, അല്ല, അത് പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയല്ലോ, പിന്നെ എങ്ങനെയാ? ഡോക്ടർ വന്നോളും, വന്ന് സൈനൊക്കെ മേടിച്ചോളും. എത്രയും പെട്ടെന്ന് ഹസ്ബൻഡിനോട് വരാൻ പറ. ഹസ്ബൻഡ് സൈൻ ചെയ്ത് കൊടുത്താലോ, കൺസെന്റ് ഫോം സൈൻ ചെയ്താൽ മാത്രമേ സർജറി നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് സേതു ഇന്ദ്രനെ വിളിക്കുകയാണ്. അവൻ എങ്ങനെ എഴുന്നേക്കാനായിട്ടാ? കുടിച്ച് ലെക്കിട്ട് ബോധമില്ലാതെ കിടക്കുമല്ലേ ഇന്ദ്രന്. ഫോൺ ബെല്ലടിക്കുന്നൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി ഉറക്കത്തിലായിരുന്നു അവന്. കുറെ തവണ വിളിച്ചിട്ടും എടുക്കാതെ വന്നു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവർ രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.